നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെവിടെയാ പറഞ്ഞു നിർത്തിയേ? ബേസിക് ജിയോമെട്രിക്കൽ ഐഡിയാസിൽ റിലേഷൻ ബിറ്റ്വീൻ പോയിന്റ്സ് ആൻഡ് ലൈൻസ്, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് പറഞ്ഞു, പിന്നെ പാരലൽ ലൈൻസ് പറഞ്ഞു, കൺകറന്റ് ലൈൻസും പറഞ്ഞു. അതിന്റെ കുറച്ച് ഹോംവർക്സും ചെയ്തു. നെക്സ്റ്റ് പേജ് നമ്പർ 73. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെയാണോ വഴക്ക് പറഞ്ഞേ എനിക്ക് ഓർമ്മയില്ല. ആംഗിൾ ആണോ? അത് തന്നെ. പാരലൽ ലൈൻസ് പറയുമ്പോൾ ഞാൻ റൈറ്റ് ആംഗിൾ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നോ ആംഗിൾ എന്താന്ന്? നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ആംഗിൾസ്. എന്താ ആംഗിൾ? ANGLE, പേജ് നമ്പർ 73. എന്താ ആംഗിൾ? അല്ലേ? ഇത് 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 അതായത് രണ്ട് റേസ് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഉണ്ടാവുന്നതാണ് എന്ത്? ആംഗിൾ. An angle is a figure formed by two rays starting from the same initial point. The common initial point is called the vertex of the angle. Vertex നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നുണ്ട്. vertex, common initial point അല്ലെങ്കിൽ രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംഗിൾ. കോമൺ പോയിന്റിനെയാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ ഫോം ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോറി, ഒരു മിനിറ്റ്. അവിടെ ഫോം ചെയ്യുന്ന ഫിഗറിനെയാണ് ആംഗിൾ എന്ന് പറയാം. രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ റേ എന്ന് പറഞ്ഞാൽ എന്താ? റേ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എൻഡ് എവിടെയാന്ന് അറിയാത്ത ഒരു ഫിഗറിനെയാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാന്ന് അറിയാം. അപ്പൊ രണ്ട് റേസ് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഒറ്റൊരു പോയിന്റിൽ നിന്ന് രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ആംഗിൾ. ഇതാണ് ആംഗിൾ. ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഈ രണ്ട് റേസ് എ ബിയും എ സിയും രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പൊ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർട്ടെക്സ്. എന്ത് പറയുന്നു? വേർട്ടെക്സ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? എ എന്ന് പറയുന്ന പോയിന്റിനെയാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ, അതാണ് വേർട്ടെക്സ്. അപ്പോ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കാം. An angle is a figure formed by two rays starting from the same initial point. ഒരേ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടു റേസ് ഫോം ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ സെഗ്മെന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ എ ബി എന്ന് എഴുതിയിട്ട് മേലെ ഒരു വരയിടും. ഇനി ലൈൻ ആണെങ്കിൽ എ ബി എന്ന് എഴുതിയിട്ട് മേലെ രണ്ട് സൈഡിലേക്കും ഓരോ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ലൈൻ. ഇനി റേ ആണെങ്കിൽ എ ബി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാത്രം ഒരു ആരോ മാർക്ക്. ഇനി ആംഗിളിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതാ
ഇങ്ങനെ ഒരു ചെറിയൊരു ആംഗിൾ വെച്ചാൽ മതി. ആംഗിൾ ബി എ സി. ആംഗിളിന് പേര് കൊടുക്കുക നമ്മൾ ബി എ സി, അല്ലെങ്കിൽ ആംഗിൾ കോൺ എ. ആംഗിളിനെ നമ്മൾ കോൺ എന്ന് പറയും, കോൺ എ. അതായത് വേർട്ടെക്സിൽ വരുന്ന പോയിന്റിന് നമ്മൾ ഏതാണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേരാണ് നമ്മൾ ആംഗിളിനും കൊടുക്കുക. ആംഗിൾ എ. ഓക്കെ, അവിടെ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ അല്ല, ഇൻ ഫിഗർ 4.16 two rays OA and OB with a common initial point O from an angle. ഫിഗർ 4.16 കണ്ടോ, പേജ് നമ്പർ 73. We name this angle as cone AOB or cone BOA. O എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് റേസ് ഒ എയും ഒ ബിയും. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ആ കോണിന്, ആ ഒരു ആംഗിളിന് നമ്മൾ എങ്ങനെ നെയിം ചെയ്യും? കോൺ എ ഒ ബി, അല്ലെങ്കിൽ കോൺ ബി ഒ എ, അല്ലെങ്കിൽ കോൺ ഒ. അതായത് നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് വേർട്ടെക്സിന്റെ ലെറ്റർ ആയിരിക്കും നടുവിലായിട്ട് വരാം. വേർട്ടെക്സിന്റെ ലെറ്റർ ആയിരിക്കും നടുവിലായിട്ട് വരാം. അവിടെ കൊടുത്തിരിക്കുന്ന എ ഒ ബി, ബി ഒ എ രണ്ടും നോക്കുമ്പോഴും വേർട്ടെക്സിന്റെ ഒ ആണ് സെന്ററിൽ വരുന്നത്. കീപ്പിംഗ് ദി നെയിം ഓഫ് ദി വേർട്ടെക്സ് ഇൻ ദി മിഡിൽ. ഇനി വേറൊരു രീതിയിലും കൂടി ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്താൽ, രണ്ട് റേസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്താൽ, അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്താൽ, ആംഗിൾ ക്യാൻ ഓൾസോ ബി ഫോംഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ് or line segments are as shown in figure 4.16b. അവിടെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം, രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ഒരു ലൈനും ഈ ഒരു ലൈനും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് കൺകറന്റ് ലൈൻസ് ആയിരിക്കുമല്ലോ. ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ് ആകുമ്പോൾ കൺകറന്റ് ലൈൻസ് ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു, ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു, ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു, ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ 4 ആംഗിൾസ് കിട്ടും. രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ 4 ആംഗിൾസ് കിട്ടും. ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ ഒ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. വേർട്ടെക്സിനെ നമ്മൾ ഒ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും സി ഡി, എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, ഒ എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ആംഗിൾസ് കിട്ടും. ഏതൊക്കെയാ 4 ആംഗിൾസ്? ഏതൊക്കെ 4 ആംഗിൾസ്? കോൺ എ ഒ ഡി. ഒന്നാമത്തെ ആംഗിൾ കോൺ എ ഒ ഡി. രണ്ടാമത്തെ ആംഗിൾ കോൺ ഡി ഒ ബി. മൂന്നാമത്തെ ആംഗിൾ കോൺ ബി ഒ സി. നാലാമത്തെ ആംഗിൾ കോൺ സി ഒ എ. അത് ഈ ക്രമത്തിലാണ് ഞാനിപ്പോ എഴുതി പോയിരിക്കുന്നത്. ഒന്നാമത്തെ ആംഗിൾ കോൺ എ ഒ ഡി. രണ്ടാമത്തെ ആംഗിൾ കോൺ ഡി ഒ ബി. മൂന്നാമത്തെ ആംഗിൾ കോൺ ബി ഒ സി. നാലാമത്തെ ആംഗിൾ കോൺ സി ഒ എ. രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ 4 കോൺ ഉണ്ടാവും. ആ 4 കോണിന് നമ്മൾ നെയിം കൊടുത്ത മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഓക്കെ. ഇനി
കോണുമായിട്ട് അല്ലെങ്കിൽ ആംഗിൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 വേർഡ്സ് ഉണ്ട്. അതിനു മുന്നേ നമ്മൾ ഈ കോൺ വരയ്ക്കുന്ന സമയത്ത് വേർട്ടെക്സ് നമ്മൾ പറഞ്ഞു. 2 റേസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ വേർട്ടെക്സ് എന്ന് പറഞ്ഞു. ഇനി ആ 2 റേസിനെയും നമ്മൾ പറയാം എന്താ? ആംസ് ഓഫ് ആൻ ആംഗിൾ. എന്ത് പറയുന്നു? ആംസ് ഓഫ് ആൻ ആംഗിൾ. ഇവിടെ വേർട്ടെക്സ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ആംസ്. ആംസ് ഓഫ് ആൻ ആംഗിൾ. അതായത് ഈ 2 റേസ് ഇല്ലേ, എ ബി എന്ന് പറയുന്ന റേയും എ സി എന്ന് പറയുന്ന റേയും, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ആംസ് എന്ന് പറയാം. 2 ആംസ് ആയിരിക്കും ഒരു ആംഗിളിന് ഉണ്ടാവുക, ഒരു വേർട്ടെക്സും 2 ആംസും. ഇനി പഠിക്കാനുള്ളത് ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ, എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ. ഇന്റീരിയറും എക്സ്റ്റീരിയറും. എന്താ ജസ്റ്റിസിന് ഡൗട്ട്? ഡൗട്ടാണോ? മനസ്സിലായില്ല. ആം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ആ വരയ്ക്കുന്ന 2 റേ ഇല്ലേ, ഏത് 2 ലൈൻ ആണോ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് ആണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ആംഗിളിന്റെ ആം എന്ന് പറയാം. ആ 2 ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ വേർട്ടെക്സ് എന്ന് പറയും. നമ്മൾ ആ ആംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 2 ലൈൻ അല്ലെങ്കിൽ 2 റേ, 2 ലൈൻ സെഗ്മെന്റ്, അതിനെ നമ്മൾ അതിന്റെ ആം എന്ന് പറയും. ആം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇന്റീരിയർ ഓഫ് ആൻ ആംഗിളും എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിളും മനസ്സിലാക്കിയാൽ മതി. ഇന്റീരിയർ എക്സ്റ്റീരിയർ വേർഡ് മീനിങ് അറിയോ? എന്താ ഇന്റീരിയർ എക്സ്റ്റീരിയർ? പറഞ്ഞു, ജസ്റ്റിസ് പറഞ്ഞു. ഇന്റീരിയർ ഉൾഭാഗവും എക്സ്റ്റീരിയർ പുറംഭാഗവും. ഇന്റീരിയർ ഉൾഭാഗവും എക്സ്റ്റീരിയർ പുറത്തുള്ള ഭാഗവും. എന്താ ഹെവൻ, എന്താ ഡൗട്ട്? മിസ്, ഞാൻ ഇത് എവിടെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് അറിയത്തില്ല. എവിടെയോ പഠിച്ചിട്ടുണ്ടെന്നല്ല, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത്. ആ, ഇപ്പൊ ഓർമ്മ വന്നോ? 5ന്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് കാണും. ആംഗിളും കോണും വേർട്ടെക്സും ആമും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ, എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നല്ല ഇരുട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ രാത്രിയിൽ വേറെ ഒരു വെളിച്ചവും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ടോർച്ച് എടുത്ത് കത്തിച്ചു നോക്കിയാൽ കറക്റ്റ് അതിന്റെ ലൈറ്റ് പോകുന്ന പാത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവുമല്ലോ അല്ലേ? ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ ഇതാണ് ടോർച്ചിന്റെ ഇതെങ്കിൽ, ഇതെന്ത് ലൈറ്റ് എങ്കിൽ, ഇതിപ്പോ ഒരു ടോർച്ചാന്ന് വിചാരിക്കാം. ഈ ടോർച്ച് നിങ്ങൾ രാത്രി നല്ല ഇരുട്ടത്ത് കത്തിക്കുന്നു. നല്ല ഇരുട്ടത്ത് കത്തിച്ചാല് അതിന്റെ ലൈറ്റ് ഇതാ ഇങ്ങനെയല്ലേ പോവാ? കറക്റ്റ് പോകുന്ന ലൈറ്റ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? ഇതിന്റെ പുറം ഭാഗത്ത് ഒക്കെ ഇരുട്ടായിരിക്കും, ഈ ലൈറ്റ് പോകുന്ന ഭാഗത്ത് മാത്രമായിരിക്കും വെളിച്ചം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊരു ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ഇതിനെ നമുക്കൊരു ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്താല് ഒരു ആംഗിൾ കിട്ടും. കിട്ടൂലേ? ഇവിടെ ഒരു ആംഗിൾ കിട്ടിയില്ലേ? നമ്മൾ ഇമാജിൻ ചെയ്യുന്നു ഈ 2 ലൈറ്റിന്റെ ഏറ്റവും അറ്റത്തുള്ള 2 ലൈൻസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ആംഗിൾ ഇവിടെ വരച്ചു. ഇവിടെ ഒരു ആംഗിൾ വരച്ചു. ഇനി നമ്മൾ ഈ ലൈറ്റ് പോകുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് എന്ത് പറയുന്നത്? ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ. എന്ത്? ഈ ലൈറ്റ് പോകുന്ന ഭാഗത്തിന് മാത്രമാണ് നമ്മൾ എന്ത് പറയാ? ഇന്റീരിയർ. അതായത് ഒരു ആംഗിളിന്റെ 2 ആംസിന് അകത്ത് വരുന്ന ഭാഗമാണ് ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ. ഈ ഒരു ടോർച്ച് നമ്മൾ ഒരു കോണായിട്ട്, ഒരു ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്താല് അതിന്റെ ആ ലൈറ്റിന്റെ ഭാഗം മാത്രമാണ് അതിന്റെ ഇന്റീരിയർ എന്ന് പറയാം.
ഇനി പുറത്തുള്ള ഭാഗമൊക്കെ ഇരുട്ടായിരിക്കുമല്ലോ, പുറത്തുള്ള ഭാഗമൊക്കെ ഇരുട്ടായിരിക്കുമല്ലോ, അതിനെന്ത് പറയുന്നു? പുറത്തുള്ള ഭാഗത്തിന് എന്ത് പറയുന്നു? ഈ ഇരുട്ടുള്ള ഭാഗത്തിനൊക്കെ എക്സ്റ്റീരിയർ എന്ന് പറയും. ഇരുട്ടായിരിക്കുന്ന ഭാഗത്തിനൊക്കെ എക്സ്റ്റീരിയർ എന്ന് പറയും. ലൈറ്റ് കാണുന്ന ഭാഗത്തിനെ ഇന്റീരിയർ എന്ന് പറയും. അതായത് നമ്മൾ ഒരു ആംഗിൾ വരച്ചാല് ആംഗിളിന്റെ ആംസിനകത്ത് വരുന്ന ഭാഗം, ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ. അതിന് പുറമേ ഉള്ള ഭാഗത്തിനാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ എന്ന് പറയാം. ഇൻസൈഡ് ദി ആംസ് ഇന്റീരിയറും ഔട്ട്സൈഡ് ദി ആംസ് എക്സ്റ്റീരിയറും. മനസ്സിലായോ? ഈ ടോർച്ചിന്റെ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ ആ ലൈറ്റ് കാണുന്ന ഭാഗമാണ് ഇന്റീരിയർ, പുറമേ കാണുന്ന ഇരുട്ടുള്ള ഭാഗമാണ് എക്സ്റ്റീരിയർ. ഓക്കെ, ഇനി അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ എന്ന് ഹെഡിങ് അണ്ടർലൈൻ ചെയ്യാം. The space within the arms of an angle produced endlessly is called the interior of an angle. Underline ചെയ്തോ? The space within the arms of an angle produced endlessly is called the interior of an angle. നമുക്കൊരു ആംഗിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റീരിയർ നമുക്ക് അതിന്റെ എൻഡ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റീരിയർ നമുക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ, ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ അതിനൊരു എൻഡ് ഉണ്ടാവുള്ളൂ. ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചാൽ ഇന്റീരിയർ അങ്ങ് എൻഡ്ലെസ് ആയിട്ട് അങ്ങ് പോവാണ്. നമ്മൾ റേ പോകുന്ന പോലെ അല്ലെങ്കിൽ ലൈൻ പോകുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോവാം. അതുകൊണ്ടാണ് ഇവിടെ എൻഡ്ലെസ്ലി എന്ന് പറയുന്നത്. The space within the arms of an angle produced endlessly is called the interior of an angle. Next, exterior of an angle. The space outside the arms of an angle produced endlessly is called the exterior of an angle. അതും കൂടി അണ്ടർലൈൻ ചെയ്തു വെച്ചു. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി ഒരു വേർഡും കൂടി പഠിക്കാനുണ്ട്. ആംഗുലാർ റീജിയൻ. Angular region. The interior of an angle together with the angle itself is called the angular region. ഒന്നുമില്ല, നമ്മൾ ഇന്റീരിയർ പറഞ്ഞു. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിലെ ഇൻസൈഡിൽ വരുന്ന പോർഷൻ ആണ് ഇന്റീരിയർ. അതും ആ ആംഗിളും കൂടിയതാണ് ആംഗുലാർ റീജിയൻ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ആംഗിളും ഇന്റീരിയറും കൂടിയതാണ് ആംഗുലാർ റീജിയൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇന്റീരിയറും മനസ്സിലാക്കുക, എക്സ്റ്റീരിയറും മനസ്സിലാക്കാം. ഇന്റീരിയർ എന്ന് വെച്ചാൽ ആംഗിളിന് അകത്തുള്ളത്, എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ ആംഗിളിന് പുറത്തുള്ളത്. അപ്പൊ ആംഗുലാർ റീജിയൻ എന്ന് വെച്ചാൽ ആംഗിളും ആംഗിളിന് അകത്തുള്ള ഭാഗവും കൂടിയതാണ് ആംഗുലാർ റീജിയൻ. അത്രയും മനസ്സിലായല്ലോ? പേജ് നമ്പർ 74 പേജ് നമ്പർ 74 അതിലെ എക്സസൈസ് 4Bയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Exercise 4Bയിലെ രണ്ടാമത്തെ question. In figure 2, write the name of the angle, its vertex and arms. List the points which are in the interior of the angle, in the exterior of the angle, on the angle. ഇന്റീരിയറിൽ വരുന്ന പോയിന്റ്സും എക്സ്റ്റീരിയറിൽ വരുന്ന പോയിന്റ്സും ആംഗിളിന്റെ മേലെ വരുന്ന പോയിന്റ്സും ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ച് എഴുതാം. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാന്ന് വെച്ചാല് ഇന്ന് തന്നെ അതിന്റെ ആൻസർ കിട്ടണം. ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്യാം. കഴിയുന്നതും എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ഫോൺ ഉണ്ടാവുമല്ലോ. 11 മണിക്ക് മുന്നേ, ഇപ്പൊ 10:35 ആയതേ ഉള്ളൂ. 11 മണിക്ക് മുന്നേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന 11 പേരും എനിക്ക് ഹോംവർക്ക് അയച്ചു തരാം.
എന്താ ഹരി? പേജ് നമ്പർ 74 എക്സസൈസ് 4B രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പതിനൊന്ന് മണിക്ക് മുന്നേ തന്നെ ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്തോ. 11 മണിക്ക് മുന്നേ തന്നെ എനിക്ക് ഹോംവർക്ക് അയച്ചു തരാം. ഓക്കെ? ഇനി ഹോംവർക്ക് അയച്ചു തരാത്തവർക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരുന്നുണ്ട്. നിങ്ങളുടെ എക്സാം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തരുന്നതിന് ഞാൻ മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ ഇല്ലാത്തവർക്കൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.